എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം. ഇതൊരു അറബിക് ഡിഷാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. തീ പോലും കത്തിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അകത്തുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വാനില ഷുഗർ ചേർത്ത് കൊടുക്കാം. വാനില ഷുഗറിന് പകരം നിങ്ങൾക്ക് വാനില എസൻസും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിൽ പഞ്ചസാര ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം, മധുരം അനുസരിച്ചിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചേർക്കാം. ഞാനിവിടെ ഒരു പിങ്ക് കളറാണ് ചേർക്കുന്നത്. ഒരു നുള്ള് ജെൽ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കളർ ചേർക്കുന്നത്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ വിപ്പ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് പാലിൽ 3 ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് കുറുക്കിയെടുക്കുക. അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കുറുക്കിയെടുത്തിട്ട് വാനില എസൻസും ചേർക്കുക. അപ്പോൾ ഒരു കട്ടിയിലുള്ളൊരു ഫില്ലിങ് കിട്ടും. അത് ഫില്ല് ചെയ്താലും മതി. ക്രീം കിട്ടുന്നവർ ക്രീം വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. നമ്മളിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് 4ഉം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സാൻഡ്വിച്ച് ബ്രെഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സ്വീറ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. സാൻഡ്വിച്ച് ബ്രെഡിൽ കുറച്ച് ഉപ്പ് കാണും. അപ്പോൾ ഇങ്ങനെ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുന്നവർ നമ്മളിത് ഇനി പാലിൽ മുക്കിയിട്ടാണ് നമ്മളിത് റോൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മളിവിടെ തിളപ്പിച്ച തണുത്ത പാലാണ് ചേർക്കുന്നത്. ചൂടോടുകൂടിയല്ല, തിളപ്പിച്ച തണുത്ത പാലാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ബ്രെഡിൽ മധുരമില്ലാത്ത ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഈ പാലിലും കൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നായിട്ട് എടുത്ത് ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കുക. ഒരുപാട് മുക്കി ഇടരുത്. ബ്രെഡ് നമ്മൾ പാലിൽ മുക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം നമുക്കിത് റോൾ ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയിൽ ഒന്ന് റോൾ ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രെഡ് വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്വീറ്റ് റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. തീ പോലും കത്തിക്കാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്